മനുഷ്യ രക്തം വീണു വീടിനകത്ത്. ഞാൻ സത്യസന്ധമായിട്ടോ പറയും, ഇതൊന്നും കള്ളത്തരമല്ല. വീടും അഡ്രസ്സൊക്കെ പറഞ്ഞു തരാം. ഞാൻ നമ്മളെ സഹായിക്കാനായിട്ട് 2 കുട്ടികൾ അന്ന് വരുമായിരുന്നു. അതിലൊരു കുട്ടി പെട്ടെന്ന് വരാതെയായി. എന്താ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അവൾ പറയുന്നില്ല. പിന്നീട് അവളുടെ ഹസ്ബൻഡ് പറഞ്ഞു, ഉടമസ്ഥൻ പറഞ്ഞു നമ്മളെ വരണ്ടത്. ആ പുള്ളി പറഞ്ഞു ഞാൻ പിന്നെ പോയി ചോദിച്ചോ പറഞ്ഞു, ഈ ജാതിക്കാരെ ഒന്നും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. എൻ്റെ കാലിൽ ഒരു മുറിവുണ്ടായി. അവരുടെ അവിടെ നിന്ന് തന്നെ ഒരു തകരം കൊണ്ട് മുറിവുണ്ടായി. 8 സ്റ്റിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ നിലവിളി കേട്ടിട്ട് ഈ മനുഷ്യൻ ഇറങ്ങി വന്നില്ല. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രി ഞങ്ങൾ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് അടക്കം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ രാത്രിയിൽ പുള്ളി പറഞ്ഞു വീട് ഒഴിഞ്ഞു തരണം. മാത്രം ഞാൻ വീട് ഒഴിയേണ്ടി വന്നിട്ടുണ്ട്, അറിയോ? ചുറ്റുപാത്രം കാരണം. അതായത് ഞങ്ങളിങ്ങനെ പലയിടങ്ങളിലും വീട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിലും സിംഗിൾ പാരന്റ് അതൊന്നും അല്ല. ഒന്ന് സിംഗിൾ പാരന്റ്സിന് വീട് കിട്ടത്തില്ല, അത് വേറൊരു കാര്യം. പിന്നെ അവളൊരു സംരംഭകയാണെന്നുണ്ടെങ്കിൽ ടാക്സിന്റെ പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് പലർക്കും അറിയത്തില്ല ഇത്ര ലക്ഷം രൂപ വരെയുള്ള സംരംഭം സ്വന്തം വീട്ടിൽ തുടങ്ങാമെന്നുള്ള ഒരു കാര്യം. വാടക അതിനവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് തുടങ്ങാമെന്നുള്ള ഒരുപാട് നിയമങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിനിടയിൽ ഞങ്ങൾ ഇങ്ങനെ വെള്ളയമ്പലത്ത് ഒരു വീട്ടിലേക്ക് നമ്മൾ താമസം മാറുന്നു. നല്ലൊരു വീടാണ്. ഒരു പോലീസ് SI ആയിട്ട് റിട്ടയർ ആയ ഒരു മനുഷ്യന്റെ വീടാണ്. മുകളിൽ പുള്ളി താമസിക്കുന്നു, താഴെ നമ്മളിങ്ങനെ ചോറ്റുപാത്രം ഇങ്ങനെ നടക്കുന്നു. പുള്ളിയോട് എല്ലാം പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ വീടെടുത്ത്. 2-3 ദിവസം കഴിഞ്ഞ് നമ്മളെ സഹായിക്കാനായിട്ട് 2 കുട്ടികൾ അന്ന് വരുമായിരുന്നു. അതിലൊരു കുട്ടി പെട്ടെന്ന് വരാതെയായി. എന്താ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അവൾ പറയുന്നില്ല. പിന്നീട് അവളുടെ ഹസ്ബൻഡ് പറഞ്ഞു, ഉടമസ്ഥൻ പറഞ്ഞു നമ്മളെ വരണ്ട. ഞാനല്ലേ ശമ്പളം തരുന്നത്, ഞാനല്ലേ വീട് വാടകയ്ക്ക് എടുത്ത്. അപ്പോൾ പിന്നെ പോയി ചോദിച്ചപ്പോൾ അവളുടെ ജാതി ചോദിച്ചിട്ട് ഇന്ന ജാതിക്കാരായതുകൊണ്ട് എനിക്കത് പറയാൻ തന്നെ അത് വളരെ ഒരു സങ്കടമാണ്. ആ കുട്ടി നമുക്കിപ്പോൾ ജോലിക്ക് ജാതി, ഞാൻ എല്ലാവരിലും മനുഷ്യനെ കാണുന്നത്. ഈ ഫുഡ് കൊടുക്കുന്നതിലും ഫുഡ് ഉണ്ടാക്കുന്നതിലും നമ്മളിന്ന് നടന്നു പോകുമ്പോൾ ഒന്ന് വീണ് കഴിഞ്ഞാൽ ആര് വെള്ളം കൊണ്ടുവന്ന് തരുമ്പോൾ വെള്ളം കുടിച്ചാൽ മതി എന്നുള്ള ഇത് അവിടെ ആര് തരുന്നു എന്നുള്ളതല്ലല്ലോ. ആ പുള്ളി പറഞ്ഞു ഞാൻ പിന്നെ പോയി ചോദിച്ചോ പറഞ്ഞു, ഈ ജാതിക്കാരെ ഒന്നും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. പോലീസുകാരൻ പറഞ്ഞു. പുള്ളിയുടെ വൈഫ് മരിച്ച് പുള്ളി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോഴത് കഴിഞ്ഞിട്ട് അങ്ങനെ പുള്ളിക്കൊഴി വരാതെയായി. ആയിരിക്കും, പക്ഷെ എനിക്കതറിയത്തില്ല. നമ്മളോട് പിന്നെ ഞാൻ ചോദിച്ചു നമുക്ക് പിന്നെ എന്താ തന്നത്, നിങ്ങൾ ക്രിസ്ത്യൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് കൂടുതൽ ചോദിക്കേണ്ടി വന്നില്ലെന്നാ. ഈ ക്രിസ്ത്യനിലും ഉണ്ട് പല ജാതികളെന്നുള്ളത് പുള്ളിക്ക് അറിയില്ലാത്തതാണെന്ന് തോന്നുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എൻ്റെ കാലിൽ ഒരു മുറിവുണ്ടായി. അവരുടെ അവിടെ നിന്ന് തന്നെ ഒരു തകരം കൊണ്ട് മുറിവുണ്ടായി. 8 സ്റ്റിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ നിലവിളി കേട്ടിട്ട് ഈ മനുഷ്യൻ ഇറങ്ങി വന്നില്ല. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റോഡിൽ പോയ സ്വിഗ്ഗി പയ്യൻ വന്നു. എൻ്റെ നിലവിളി കേട്ടിട്ട്, റോഡരികിലാണ് വീട്, നിലവിളി കേട്ടിട്ട് വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് രാത്രി ഞങ്ങൾ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് അടക്കം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ രാത്രിയിൽ പുള്ളി പറഞ്ഞു വീട് ഒഴിഞ്ഞു തരണം. ഈ മുറിവുണ്ടായ ദിവസം നമ്മൾ 4ൻ്റെ ഈ മുറിവ് ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മീൻസ് എന്താ പറയാ, നമ്മൾ മുറിവ് ഡ്രസ്സിങ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ വീട് ഒതുക്കി നമ്മൾ ആ വീട് സ്റ്റിച്ച് അഴിക്കുന്നതിന് മുമ്പ് മാറേണ്ടി വന്നു. 1.5-2 മാസം. കാരണം അല്ല, പക്ഷെ പുള്ളി മാറണമെന്ന് പറഞ്ഞു. പുള്ളിയുടെ മകള് മാറുന്നത് കാരണം എന്ന് പറഞ്ഞത് മനുഷ്യ രക്തം വീണു വീടിനകത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചേ അവരുടെ വീട്ടിൽ ആരും ഈ പച്ചക്കറിയൊക്കെ അരിയുമ്പോ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരക്തം വീണ വീട്ടിൽ താമസിക്കാൻ പാടില്ല. ഞാൻ സത്യസന്ധമായിട്ടോ പറയും, ഇതൊന്നും കള്ളത്തരമല്ല. വീടും അഡ്രസ്സൊക്കെ പറഞ്ഞു തരാം ഞാൻ. അതെനിക്ക് ഒരു കുഴപ്പമില്ല. അത് ഞാനത് എഴുതി വരെ ഇട്ടു എന്റെ സോഷ്യൽ മീഡിയയിൽ. ഇന്ന കാരണം കൊണ്ട് വീട് മാറേണ്ടി. പിന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ താമസില്ല. പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ബാക്കി പിന്നെ ഉണ്ടായിട്ടുള്ള എന്ന് പറയുന്ന വേറെ ഒന്നുമല്ല. ഈ പല പുതിയ ആളുകളൊക്കെ വരുമ്പോഴേ ക്ലൗഡ് കിച്ചൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതെല്ലാ ബിസിനസ്സിൽ ഉണ്ടാവുന്ന അതൊന്നും ഒരു സങ്കടങ്ങളൊന്നും അല്ല. അതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇപ്പോൾ ഓഫ് റെക്കോർഡിങ്ങിൽ നമ്മുടെ ലൂസ് ടോക്സിലൊക്കെ ഒരുപാട് എനിക്ക് തോന്നിയ കാര്യം, സൗഹൃദങ്ങൾക്ക് വലിയ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നതിനപ്പുറം ആ കസ്റ്റമേഴ്സ് എല്ലാം ഇപ്പൊ ഫ്രണ്ട്സ് ആണ്. കസ്റ്റമേഴ്സ് ഇല്ലല്ലോ ഞങ്ങൾക്ക്, അങ്ങനെ ആരും ഇല്ല. നമുക്ക് ചോട്ടുപാത്രം വാങ്ങിക്കുമ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ചോട്ടുപാത്രം ഒരു കുറേ കുടുംബമുള്ള വീട്ടില് എൻ്റെ ഭയങ്കര ഇഷ്ടങ്ങളിൽ ഒന്നായിരുന്നു. എൻ്റെ കുഞ്ഞുനാളില് എൻ്റെ ഗ്രാൻഡ് മദറിനോടൊപ്പം ജീവിച്ചിരുന്ന കുറേ നിമിഷങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നതും. അത് വേറൊരു കഥയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിൽ കുറേ ജോലിക്കാരും
കുറേ സമപ്രായക്കാരെ കുറേ പേരുണ്ടായിരുന്ന ഒരു വീടാണ്. കൂട്ടുകുടുംബം, ഒരു 10-11 മുറിയുള്ളതാണ്. എൻ്റെ വല്യമ്മച്ചിൻ്റെ വീടെന്ന് പറയുന്നത് ബന്ധുക്കളെല്ലാവരും വരികയും അത് കണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ചിന്തിക്കുന്ന ചോറ്റുപാത്രം എങ്ങനെ ഒരു വലിയ കൂട്ടുകുടുംബത്തിന്റെ അടുക്കളയാണ്. ഞാനാണ് അടുക്കളയുടെ റാണി, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നു, എല്ലാ കാരണോത്തി ഞാനാണ് അത് ഭക്ഷണം ഉണ്ടാക്കുന്നു. അതിനകത്ത് അതുകൊണ്ടല്ലേ 87 വയസ്സായുള്ള അച്ഛൻ്റെ അടുത്ത് പോയി ഫുഡ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഞാൻ പറയാം, അച്ഛാ എങ്ങനെയുണ്ട്, അമ്മ വിശേഷമുണ്ട്. അത് പോയി കൊടുത്തു വരുമ്പോൾ ഒരു പോളിയോ ബാധിച്ചൊരു അമ്മയുണ്ട്, ഒരു 74 വയസ്സാണ്. ആ അമ്മ, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അവിടെ. ആ വീട് മൊത്തം വൃത്തിയാക്കുന്ന അച്ഛനുണ്ട്. എന്നും പോയാലും നല്ല വൃത്തിയാണ്. ഞാൻ അവിടെ കൊണ്ടുവന്ന് അവിടെ വെക്കുമ്പോൾ അമ്മ TV കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ആ ഭക്ഷണം കൊണ്ടുവന്ന് അവിടെ വെക്കുമ്പോൾ ആ അമ്മ നമ്മളെ നോക്കി ഇങ്ങനെ തൊഴും. ഞാൻ ഇടയ്ക്ക് രസം പറഞ്ഞു, ഇനി മേലാ തൊഴുതാ ഭക്ഷണം കൊണ്ടുവരില്ലെന്ന് പറഞ്ഞു. സോ അവരെന്നെ ഒരു വെണ്ടറായിട്ടല്ല കാണുന്നത്. ചെല്ലുമ്പോൾ ചോദിക്കും, മോളെ സുഖമാണോ? ഞാൻ ഒരു ദിവസം ക്ഷീണിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഒരച്ഛനുണ്ട്. അവിടെ വരുമ്പോഴേക്കും ഞാൻ എന്ന് അവിടെ ഉള്ളൂരാണ് കേട്ടോ, ഉള്ളിലോട്ടാണ്, ഉള്ളൂർ ഗാർഡൻസിലാണ് വീട്. നേരെ അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ ചില സമയത്ത് നല്ല ചൂടുള്ള സമയം രസ്നയും കലക്കി വെച്ചോണ്ടിരിക്കും. അവരൊക്കെ എങ്ങനെയാ നമ്മുടെ കസ്റ്റമേഴ്സ് ആവുന്നേ? അത് വലിയൊരു ബലമാണല്ലേ? ഭയങ്കര ബലം. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ, എടാ വയ്യ, വെള്ളയമ്പലം പരിസരത്ത് ആരുണ്ടെന്ന് ചോദിച്ചാൽ, വിൻഡോ അസാപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു. രാത്രിയിൽ വയ്യാതെ പെട്ടെന്ന് ആശുപത്രിയിൽ പോകുമ്പോൾ അവരവിടെ നമുക്ക് ചില ടെസ്റ്റിംഗ് എടുക്കുമ്പോൾ അവർ കൂടെ ആളില്ലെങ്കിൽ അവരെ ടെസ്റ്റ് ചെയ്യത്തില്ല ഹോസ്പിറ്റലിൽ. ചുറ്റുപാത്രത്തിന്റെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, ഉറങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടോ, നമുക്ക് മുന്നേ അവരവിടെ എത്തും. കുറെ സ്ട്രഗിളിൽ നിന്ന് വന്നതാണെങ്കിലും അതിലും കാട്ടി ഒരുപാട് നല്ല മനുഷ്യർ നമുക്ക് ചുറ്റും ഉള്ളൊരവസ്ഥയിലേക്ക് മാറി. നല്ല മനുഷ്യർ മാത്രം അല്ല, ഒരു കുടുംബം നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ ചോദിക്കല്ലേ, എനിക്ക് സങ്കടം വരും. നല്ല ജീവിതങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഒരുപാട് ജീവിതങ്ങൾ. ചുറ്റുപാത്രത്തിലൂടെ കണ്ട വീഡിയോകളുടെ ബലത്തില് വാപ്പിയിൽ നിന്ന് വന്ന ഒരു കോള്, ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു കോള്, റിജുവും കുടുംബവും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ കോളിൽ നിന്നാണ് ഇന്ന് ഷാലിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഷാലിൻസ് ക്രിയ എന്നാണ് എൻ്റെ ബ്രാൻഡ് നെയിം. ആ ബ്രാൻഡ് ഇന്നൊരു ഷാലിൻസ് വാർഡ്രോബ് എന്ന് പറയുന്ന കേരളത്തിന് വെളിയിലുള്ള 8ഓളം സംസ്ഥാനങ്ങളിലെ ഖാദി സാരികളുടെ വിൽപ്പന തുടങ്ങിയ ഒരു കോൺസെപ്റ്റ് ഉണ്ടായത് റിജുവിനും കുടുംബത്തിനും വേണ്ടിയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, കുറെ കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്, കുറെ ജീവിതങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്. അതിൽ ഈ സങ്കടം തോന്നിയ അല്ലെങ്കിൽ എന്തിങ്ങനെ എന്ന് തോന്നിയൊരു ഇതുണ്ടായിട്ടുണ്ടോ? അവരെല്ലാരും എന്നെ പറ്റി ചോദിക്കണം എന്താ ഇങ്ങനെയെന്ന്. അല്ല, അതുകൊണ്ടാണ് തിരിച്ചു ചോദിച്ചത്. അത് കാരണം എന്താ അറിയോ, അത് ഒരുപാട് തോന്നിയിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ കാണുമ്പോൾ ഒത്തിരി ആ അമ്മയോടൊപ്പം യാത്ര ചെയ്യേണ്ടി വന്നു. ഒരു 2 മാസത്തോളം ആ അമ്മയോടൊപ്പം ഞാനുണ്ടായിരുന്നു. ഇവരിൽ പലരുടെയും ഒപ്പം ഞാനുണ്ടായിരുന്നു എന്നുള്ളത്. ആ അമ്മ 2 കുട്ടികളാണ്, ഹസ്ബൻഡ് ഇല്ല, പിന്നെ അത് കഴിഞ്ഞ് മാരി ചെയ്തു. ആ ഒരു മകൾക്കുണ്ടായ ഒരു വിഷമത്തിൽ, നമുക്കിപ്പോൾ എപ്പോഴും പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ആരോഗ്യമാണ്, ആ ഒരു ക്രൈസിസ്, ആരോഗ്യമാണ്, മെന്റലി ഉണ്ടായ ഒരു സ്ട്രഗിള്, വേറെ പ്രശ്നമില്ല. ആ അമ്മ ഒറ്റയ്ക്ക് ഒരു രാത്രി 1:30 മണിക്ക് എന്നെ വിളിക്കാൻ കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. 1:30 മണിക്ക് എന്നെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഒരു അമ്മ എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ, അവർക്ക് അത്രയും ക്ലോസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ആ വിശ്വാസം മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ആ ബന്ധം. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 മാസത്തോളം ആ മകളുടെ ട്രീറ്റ്മെന്റിലും കാര്യങ്ങളിലും എല്ലാ ദിവസവും വിളിക്കുന്ന എൻ്റെ ഒരു സഹോദരിയുടെ മകളെ പോലെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കാണുമ്പോൾ ഞാൻ ഒരിടയ്ക്ക് ആയിരിക്കും, എനിക്ക് അത്തരം പ്രശ്നങ്ങളില്ലല്ലോ എന്ന് ചിന്തിക്കും. എനിക്ക് വേറെ കുറേ നെഗറ്റീവ്സുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. നെഗറ്റീവ്സ് എന്ന് ഞാൻ പറയുന്നത് അതുണ്ടെങ്കിൽ അതില്ലല്ലോ എന്നൊക്കെ, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളില്ലാത്ത 2-3 പാരൻസ് ഉണ്ട്. ഇതിലും വലിയ രസം 10-17 ഗർഭിണികൾ ഞങ്ങളുടെ ഇന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഏതിടത്തു നിന്നാണ് നിങ്ങൾ പറയും? ഒരു ചോറ്റുപാത്രം എല്ലാവർക്കും ചോദിക്കുമ്പോൾ എന്താണ് ലഞ്ച് കൊടുക്കുന്ന ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു കട എന്നതിനപ്പുറമായിട്ട് വിശ്വസിച്ച ഗർഭിണികൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഡെലിവറി പോകുന്നതിന് മുൻപ് വന്നിട്ട്, ചേച്ചി ഞാൻ പോവാന്ന് വന്ന് പറയുകയും, പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആദ്യ കോളിൽ നമ്മളെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോഴേ, പക്ഷെ ഭക്ഷണത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂട്ടാൻ പറ്റുമായിരിക്കും. പക്ഷെ വിശ്വാസം കൂട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണ്. അത് ഞാനാ കഴിക്കുന്നേ. That's only one thing I can do. മറ്റേ വയറ് നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റും, കഴിക്കുന്നവരുടെ മനസ്സ് നിറയ്ക്കുക എന്ന് പറയുന്നത് പോലെ. അതൊരു ഭയങ്കര, അത് എന്റെ ചോറ്റുപാത്രം എന്ന് ഞാൻ പറഞ്ഞില്ലേ, 10-18 ലക്ഷം രൂപ മുടക്കി ഐഫ്രൂട്ട് ഉണ്ടാക്കി. അതിനെക്കാട്ടിലും ഈ 500 രൂപ മാത്രം മുതൽ മുടക്കിൽ ചെയ്ത ചോറ്റുപാത്രം മനുഷ്യനിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അവിടെ ഞാൻ ലാഭമോ
ഒന്നും വിൽപ്പന നടത്തിയിട്ടില്ല. നല്ല ഭക്ഷണം ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ? ഒരുപാട് പേരുണ്ട്. ഞാനത് അത് ചിലതൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഞാൻ പേരുകൾ കാണിച്ചു കൊടുത്തതായി 211 നമ്പർ ഇപ്പം നോക്കിയിട്ടാ. അതില് ഒത്തിരി പേര് ഇത് കഴിഞ്ഞു പോയവരും തിരിച്ചു വരുന്നവരുണ്ട്. ഏറ്റവും വലിയ ഒരു ഇത് ശരത്തും അങ്ങനെ 2-3 കുഞ്ഞുങ്ങളുണ്ട്. എറണാകുളത്തും പാലക്കാടൊക്കെ ഉള്ളവരാണ്. ഇവിടെ നിന്ന് സ്ഥലം മാറി പോകാൻ സമയത്ത് ഷോണിന്റെ പാരൻസ് എറണാകുളത്ത് നിന്ന് അവനെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. അവനൊരു 28 വയസ്സായ ചെറുപ്പക്കാരനാണ് കേട്ടോ. അവനെ കൂട്ടാൻ വന്ന സമയത്ത് അവൻ എന്നെ വിളിക്കുന്ന, ചേച്ചി അവിടെ ഉണ്ടോ ചോദിച്ചിട്ട് എന്നെ വന്നിട്ട് ആ അമ്മ വന്ന് എന്നെ കണ്ടിട്ട് പറയും, എൻ്റെ മകന് ഇത്രയും നാള് ഭക്ഷണം കൊടുത്ത അമ്മയല്ലേ എന്ന് ഒരമ്മ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ. എപ്പോഴെങ്കിലും ഒക്കെ അവസാനിപ്പിച്ചാലോ തോന്നിയിട്ടുണ്ടോ? അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിയിട്ടില്ല. ചില സമയത്തൊക്കെ ഒട്ടും തീരെ വയ്യാണ്ടാവും. ചിഞ്ചു ആണ് കേട്ടോ എൻ്റെ കൂടെ ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് ചിഞ്ചുവാണ് കൂടെ ഉള്ളത്. നേരത്തെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ ഞാനും മക്കളുമായിരുന്നു ചെയ്ത് തുടങ്ങിയത്. ചിഞ്ചു ഉണ്ട്. അപ്പം ഞാൻ ചിഞ്ചുവിന് വയ്യാണ്ടാവുന്ന ചില സമയമുണ്ട്. എനിക്ക് വയ്യാണ്ടാകുമ്പോൾ ചിഞ്ചു അത് മേക്കപ്പ് ചെയ്യും. ചിഞ്ചുവിന് വയ്യ. അപ്പം എന്നോട് ഞാൻ അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിയതിന് പ്രസക്തിയില്ല. ചിഞ്ചുവിന് പീരിയഡ് ഒക്കെ ആവുന്ന സമയത്ത് ചിഞ്ചുവിന് ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പെയിനിന്റെ ഭയങ്കര. ചിഞ്ചുവിന് ഇച്ചിരി ഉള്ളൊരു പെങ്കൊച്ചാട്ടോ, ഇച്ചിരിയേ ഉള്ളൂ അത്. പക്ഷെ ചിഞ്ചുവിന് എനിക്കറിയാം ചിഞ്ചുവിന് പീരിയഡ് ആണെന്ന്. രാവിലെ ഞാൻ വിളിക്കും, നിനക്ക് നാളെ പീരിയഡ് ആണല്ലോ, അതിന്റെ അസ്ക്യതയിൽ വരുന്ന ദിവസമാണല്ലോ, ആന്ന് ചേച്ചി എന്ന് പറഞ്ഞിട്ട് രാവിലെ അവള് വരും. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല ചേച്ചി, ഈ പിള്ളേരൊക്കെ പിന്നെ എന്നാ ചെയ്യും? അപ്പോ ഞാൻ നിർത്താൻ വിചാരിച്ചാലും ഇത് നിക്കത്തില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ആരോഗ്യപരമായ പ്രശ്നങ്ങളല്ല, അല്ലാതെ നിർത്തിയാലോ എന്ന് തോന്നിയ വല്ലാതെ സ്ട്രഗിൾ ഉണ്ടായി അങ്ങനെ ഒരു നിർത്തിയിട്ട് പോകാം എന്ന് തോന്നിയെങ്കിലും അല്ല, അതൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഐഫ്രൂട്ട് തുടങ്ങി 18 ലക്ഷം രൂപയ്ക്ക് എല്ലാം എടുത്ത് നഷ്ടപ്പെട്ടിട്ടാണ് തുടങ്ങുന്നത്. എല്ലാം എടുത്ത് വെച്ച്, അതായത് അവിടെ നിന്നാണ് തിരിച്ചറിയുന്നത്, സിംഗിൾ പാരന്റ് ആവട്ടെ, ഒന്നും ഇല്ലെങ്കിലും ബാധ്യതകൾ ഒത്തിരി ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് വീടില്ലെങ്കിലും അസുഖം ഉണ്ടെങ്കിലും SBI ലോൺ തന്നു. നോട്ട് ദ പോയിന്റ്, ദ കോൺഫിഡൻസ്. ഇടയ്ക്ക് പരസ്യമാടിയതല്ലേ? SBI ലോൺ തന്നു. കാരണം SBI ആർക്കും ലോൺ കൊടുക്കില്ല. പലരും ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആരാ ലോൺ തന്നെന്ന് നിൽക്കും. ഞാൻ പറയുന്നത് അവരാർക്കും തരത്തില്ല, അവരെങ്ങനെ തന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, ഇന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ, ഇതിനകത്ത് പൊളിറ്റിക്സ് പറയുന്നില്ല, ഗവൺമെന്റുകളിൽ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. നമുക്ക് പലർക്കും കൈയെടുത്ത് വെക്കാൻ പറ്റാത്തത് നമ്മുടെ കോൺഫിഡൻസ് കുറവാണ്. ഈ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. എന്നിട്ടും ഞാൻ ഐഫ്രൂട്ട് തുടങ്ങി ആദ്യത്തെ ലോക്ക്ഡൗൺ, ട്രിപ്പിൾ ലോക്ക്ഡൗണിൽ ഞാൻ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ആഹാരം കഴിച്ച ആളാണ്. അപ്പൊ എൻ്റെ ആ സാമ്പത്തിക മാനസികാവസ്ഥ നിങ്ങൾ ആലോചിക്കണം. ഞാനും എൻ്റെ മക്കളും കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ആഹാരം കഴിച്ചതാണ്. ഒരു ഊണ് വാങ്ങിച്ച് 3 നേരം ഭക്ഷണം, ഒരു 3 പേരും കൂടി ഭക്ഷണം കഴിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ ചോറ്റുപാത്രം തുടങ്ങുമ്പോൾ പട്ടിണിയും കൂടി അറിഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ചോറ്റുപാത്രം നിർത്താൻ തോന്നിയിട്ടില്ല. ചോറ്റുപാത്രം എന്നല്ല, ഐഫ്രൂട്ടേ നിർത്താൻ തോന്നിയില്ല. കാരണം ഒരു ബിസിനസ് ഇന്ന് നിർത്താൻ തോന്നിയിട്ടില്ല കേട്ടോ. കടമാണേലും നമ്മൾ അടുത്തതിലോട്ട് കാല് വെച്ചിട്ടേ ഉള്ളൂ. അതാണ് അതിന്റെ പോയിന്റ്. ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലേ 211ഓളം പേർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന്. ഈ ഒരു പ്രോസസ്സിങ് എങ്ങനെ നടക്കുന്നേ? അതൊരു വലിയ ചോദ്യമാണ്. ആ ഒരു പ്രോസസ്സിങ് പറയുന്നതിനെക്കാട്ടിലും ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ലൈഫ് പറയണല്ലേ നല്ലത്. അത് ഉൾപ്പെടും അല്ലെ? എൻ്റെ ഒരു നിങ്ങൾക്കൊക്കെ എത്ര മണിക്കൂറുണ്ട്? ഞങ്ങളെ സംബന്ധിച്ചോളം വാർത്തകൾ എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ ബാക്കി അവിടെ ഉറങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ. അതായത് വാർത്തകളില്ലാത്ത സമയങ്ങളില്ല. അതുപോലെ തന്നെ കേട്ടോ, ഞാൻ 5:30 മണിക്ക് എഴുന്നേക്കും. നോർമലി 5:30 മണിക്ക് എഴുന്നേറ്റ് 1/2 മണിക്കൂർ എനിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കും. 6-6:30 മണിയാകുമ്പോൾ 6:15 ആകുമ്പോഴേക്കും ഒരു 10-17 കിലോ അരി കഴുകിയിടും. എന്നിട്ട് തലേ ദിവസം നമ്മൾ കുറച്ച് പച്ചക്കറി അരിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്പർ എല്ലാം കൗണ്ട് ചെയ്ത് 7 മണി വരെയാണ് നമ്മുടെ ചോറ്റുപാത്രത്തിന്റെ ഫൈനൽ ലിസ്റ്റ് പറയാനുള്ള സമയം. രാവിലെ 7 അത് എക്സ്ട്രാ നമുക്കുള്ളത്. ബാക്കിയുള്ളത് എല്ലാവരും നമുക്കുണ്ട്. ഇല്ലാത്തവരോ അല്ലെങ്കിൽ പുതിയ ആഡ് ഓൺ ഒക്കെ ഉണ്ടാവാറുണ്ട് ചില ദിവസങ്ങളിൽ 20-25 അപ്പൊ അവരുടെയും കൂടെ നമ്പർ എല്ലാം എടുത്തിട്ടിട്ട് അതെല്ലാം നോക്കി ബാക്കി പച്ചക്കറിയും കൂടെ എടുത്ത് വെച്ചിട്ട് രാവിലെ എനിക്ക് 2-3 ടാബ്ലറ്റ്സ് ഉണ്ട്. അത് കഴിച്ചിട്ട് ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കും. 7:15 ആകുമ്പോൾ ചിഞ്ചു വരും. അവള് ബാക്കി പച്ചക്കറി എല്ലാം അരിഞ്ഞ് ഒരു 8:15 മണിയാകുമ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 2 പേരും കൂടെ അടുക്കളയിൽ കയറും. 9:30 ആകുമ്പോൾ ഈ 100-140 പേരുടെ ഭക്ഷണം റെഡിയാവും. ഇതിനിടയ്ക്ക് ഞങ്ങൾ 2 പേരുടെയും കാപ്പിയോടിയും കഴിയും. ഞങ്ങൾക്ക് 2 പട്ടിക്കുട്ടികളുണ്ട്. അവരുടെ കൂടൊക്കെ അവൾ പോയി വൃത്തിയാക്കി എല്ലാം സെറ്റായി 9:30 ആകുമ്പോൾ ഞാൻ പാക്കിങ് തുടങ്ങും. 9:30ക്ക് ആദ്യം വരുന്നത് ഡോറയാണ്. ഡോറ അവിടെ നിന്നൊരു വിളിയാണ്, ഷാൽനാൻഡിയെ, ചിഞ്ചു ആൻറ്റിയെ എന്നൊരു വിളിയാണ്. അതിൽ നമുക്കറിയാം
ഡോറ മുതൽ തുടങ്ങുന്നത് പിന്നെ ഒരു 10-10:15 വരെ വീട്ടിൽ വന്ന് ചോറ്റുപാത്രം എടുത്തുകൊണ്ട് പോകുന്നവരാ. അപ്പം ഞങ്ങളുടെ വീട് ബഹളമാണ്. ആ സമയം കൊണ്ട് ഞാൻ ബാക്കി ചോറ്റുപാത്രങ്ങൾ നിറയ്ക്കും. 10 മണിയാകുമ്പോഴേക്കും ഗോകുലും ഹക്കീമും മോൻ്റെ തന്നെ 2 ഫ്രണ്ട്സ് കുട്ടികളാണ് പലപ്പോഴും ചോറ്റുപാത്രം ഡെലിവറിക്ക് സഹായിക്കുന്നത്. 1.5 മണിക്കൂർ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അവർക്ക് 100-400 രൂപ അവരുടെ കൈ കിട്ടും, ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കിട്ടും. കൃത്യം ഡെലിവറി. ശരിക്കും തിരുവനന്തപുരത്ത് എല്ലാ ഭാഗത്തും അതിനിപ്പം ഡെലിവറി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ? നമുക്ക് ഡെലിവറി ബോയ്സിനെ കിട്ടാറില്ല, സ്ത്രീകളെയും കിട്ടാറില്ല. അതുവരെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എല്ലായിടത്തും. എന്നാലും നമ്മൾ ഒരു 30 കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. കുറച്ച് പിണക്കം പരിഭവം കേൾക്കുന്നുണ്ടായിരിക്കും. ഇല്ല, അവര് ഹാപ്പിയാണ്. ഇല്ല, അങ്ങനെ ഇല്ല. അവരോട് നമ്മൾ കാര്യം പറയുമ്പോൾ അവരതിനെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അത് വേറൊരു കാര്യമാണ്. ഫുഡ് ഡെലിവറി ആപ്പ് ഒന്നുമില്ല, എല്ലാം ഈ ഒരു ആപ്പ്. അല്ല, അവരുടെ ടൈറ്റ്സ് ആയി. അതിന്റെ കാര്യം 38% അധിക കമ്മീഷൻ കൊടുത്തുകൊണ്ട് വേറൊരാളെ വളർത്തേണ്ട കാര്യമില്ല. 38% നിങ്ങൾ എനിക്ക് തന്നാൽ ഞാൻ വേറൊരു ചെറുക്കന് ശമ്പളം കൊടുത്ത്, അല്ല വേറൊരു കുടുംബത്തിന് ശമ്പളം കൊടുത്ത് ഞാൻ അവനെ വളർത്തും. ഒരു ഇതില്ലാതെ. ഇപ്പൊ ഒരു പക്ഷെ ആൾക്കാരൊക്കെ അറിയുന്ന ഒത്തിരി പേര്, ഇപ്പൊ നമ്മൾ ഇരിക്കുമ്പോ തന്നെ ഒന്ന് പരിചയപ്പെട്ട സംസാരിച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒത്തിരി പേര് അറിയുന്ന ഒരു സംരംഭക ആവുന്നത് വരെയുള്ളൊരു അവസ്ഥ എന്തായിരുന്നു? ആവത് വരെയുള്ളൊരു ജീവിതം എന്തായിരുന്നു? ഇല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ പോയി. ഞാനൊരു 30 കിലോമീറ്റർ ഡെലിവറി കഴിഞ്ഞ് കടയിൽ വന്ന് കടയിലിരിക്കും. കടയിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. 9-9:30 ആകുമ്പോൾ കട അടയ്ക്കും. ചിലപ്പോൾ 10 മണിയാവും. ആ കടയിൽ എന്നെ കാണാൻ വരുന്ന കുറേ പേരുണ്ട്. അതെല്ലാം കഴിഞ്ഞ് 10 മണി കഴിഞ്ഞിട്ട് ഞാൻ 10:15 ആകുമ്പോൾ മാനവീയത്ത് വരും. 1 മണിക്കൂർ അവിടെ നടക്കും. എന്നിട്ട് 11:30 ഞാൻ വീട്ടിൽ വരും. 12 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. ഇതാണ് എൻ്റെ റുട്ടീൻ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണുന്നത് ഇതാണ് ഡെയിലി റുട്ടീൻ. ഇതിനിടയ്ക്ക് ഞാൻ ഇന്നലെ വരെ ഇറങ്ങിയ എല്ലാ സിനിമയും കണ്ടു കേട്ടോ. നോട്ട് ദ പോയിന്റ്.